പശ്ചിമേഷ്യൻ സംഘർഷവും അതേ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ലോകരാഷ്ട്രങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്നു. ഇപ്പോൾ ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. റഷ്യ ശക്തമായി കൂടെ നിന്നതാണ് ഇറാൻ യുദ്ധത്തിൽ തന്ത്രപരമായ നേട്ടങ്ങൾക്ക് സഹായിച്ചതെന്ന് റിപ്പോർട്ടുകൾ. ഗൾഫ് മേഖലയിലെയും ഇസ്രായേലിലെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കൃത്യമായി നൽകിയതും റഷ്യയാണ്. ആക്രമണത്തിന് മുമ്പും ശേഷവും റഷ്യൻ സാറ്റലൈറ്റുകൾ ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം കണ്ടെന്ന് ഉറപ്പാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ കരാർ വഴിയാണ് ഇവ നടപ്പാക്കിയത്. ഇസ്രായേലും അമേരിക്കയും ആക്രമണം ആരംഭിക്കുമ്പോൾ തന്നെ അതുല്യമായ രഹസ്യ സഹായം റഷ്യ ഇറാന് നൽകിയിരുന്നു. ഉക്രൈനിയൻ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുതുതായി സ്ഥിരീകരിച്ചത്. റഷ്യൻ ഉപഗ്രഹങ്ങൾ യുദ്ധത്തിലുടനീളം ഇറാനു വേണ്ടി പ്രവർത്തിച്ചു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, എയർപോർട്ടുകൾ, എണ്ണപ്പാടങ്ങൾ എന്നിവയുടെ ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ റഷ്യ ഇറാന് കൈമാറിയിരുന്നു. 46 പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളുടെ വിശദമായ ചിത്രങ്ങൾ എടുത്ത് ഇറാനിന് കൈമാറിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാർച്ച് 21 മുതൽ 31 വരെ മാത്രം 11 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ 24 സർവേ പൂർത്തിയാക്കി. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചതിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ സൈറ്റുകൾ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യം വെച്ചു. ആക്രമണത്തിന് ശേഷം ഫലം വിലയിരുത്താൻ മറ്റൊരു റഷ്യൻ ഉപഗ്രഹം വീണ്ടും ഇതേ സ്ഥലത്ത് പാസ് ചെയ്തു. സൗദിയിലെ ഹഫർ അൽ ബാദിൻ, റിയാദിലെ അൽ ഖർജ് എന്നിവയുടെ ഉദാഹരണ സഹിതമാണ് റിപ്പോർട്ട്. എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിച്ചിരുന്ന ഭാഗങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ 5 തവണയാണ് സർവേ ചെയ്തത്. തുർക്കി, ജോർദാൻ, കുവൈറ്റ്, UAE, ഇസ്രായേൽ, ഖത്തർ, ഇറാഖ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളും ഡീഗോ ഗാർഷ്യ നേവൽ ബേസും റഷ്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ ഷിപ്പിംഗ് റൂട്ടുകളും റഷ്യൻ ഉപഗ്രഹങ്ങൾ തുടർച്ചയായി സർവേ ചെയ്തു. ഇതെല്ലാം യുദ്ധത്തിൽ തന്ത്രപ്രധാന ആക്രമണത്തിന് ഇറാന് വഴിയൊരുക്കി. സൈബർ മേഖലയിലും ഹാക്കർമാർ വഴി റഷ്യ ഇറാനെ സഹായിച്ചു. 2025 ജനുവരിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പുവച്ച കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ട്രീറ്റിയിലെ ആർട്ടിക്കിൾ 4 ഇതിന് സഹായകരമായി. ഇതുപ്രകാരം ഇരു രാജ്യങ്ങളുടെയും ഇന്റലിജൻസ് സുരക്ഷാ സേവനങ്ങൾ വിവരങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സഹകരണം ഇറാന് യുദ്ധത്തിൽ വലിയ തന്ത്രപരമായ നേട്ടമാണ് നൽകിയത്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാനെത്തുന്നവർക്കായി വിസ നിയമങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. ചർച്ചകളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കും വാർത്താ റിപ്പോർട്ടിംഗിനായി എത്തുന്ന മാധ്യമപ്രവർത്തകർക്കും പാകിസ്ഥാനിലെത്തുമ്പോൾ വിസ ഓൺ അറൈവൽ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ചർച്ചകളുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവർക്ക് വിസയില്ലാതെ തന്നെ വിമാനങ്ങളിൽ ബോർഡിംഗ് അനുവദിക്കാൻ എല്ലാ എയർലൈനുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഇമിഗ്രേഷൻ വിഭാഗം ഇവർക്ക് വിസ ലഭ്യമാക്കും. ഇസ്ലാമാബാദ് ചർച്ചകൾ 2026 ഭാഗമായി രാജ്യത്തെത്തുന്ന എല്ലാ പ്രതിനിധികളെയും പാകിസ്ഥാൻ സ്വാഗതം ചെയ്യുന്നതായി വ്യക്തമാക്കി. ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്കും മാധ്യമങ്ങൾക്കും തടസ്സമില്ലാതെ ഇസ്ലാമാബാദിലെത്താൻ സൗകര്യമൊരുക്കുന്നതിലൂടെ സമാധാന ശ്രമങ്ങൾക്ക് പരമാവധി പിന്തുണ നൽകാനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം എത്താനിരിക്കെ ഇറാന്റെ നിലപാടിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ചർച്ചകൾക്കുള്ള ഒരുക്കങ്ങൾ പാകിസ്ഥാൻ സജീവമായി തുടരുകയാണ്. ലബനാനിലെ ഇസ്രയേൽ ആക്രമണം അവസാനിക്കാതെ ഇസ്ലാമാബാദിൽ യാതൊരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് ഇറാൻ. ടെല്ലവീവ് അടക്കമുള്ള മധ്യ ഇസ്രായേലിലും വടക്കൻ ഇസ്രായേലിലും ഹിസ്ബുള്ളയുടെ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഇസ്രായേലിലെ ടെല്ലവീവ് മേഖലയിൽ ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകളിൽ ഒന്ന് വ്യോമ പ്രതിരോധ സംവിധാനം തടുത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. മറ്റൊന്ന് ആവാസമില്ലാത്ത തുറസായ സ്ഥലത്ത് പതിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.